നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം ധർമ്മപുത്ര സംവാദം. പാണ്ഡവന്മാർ കാമ്യകവനത്തിൽ നിന്ന് വീണ്ടും ദ്വൈതവനത്തിലെത്തി. വനവാസം അവസാനിപ്പിക്കാൻ അധികം നാളുകളില്ലല്ലോ എന്നോർത്ത് അവരെല്ലാം സമാധാന ചിത്തരായിരുന്നു. ഇനി ഭീഷ്മാദികളുടെ മരണവും പുനർജീവനവും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ യുധിഷ്ഠിരന്റെ മുമ്പാകെ ഓടിയെത്തി സങ്കടം ഉണർത്തിച്ചു. രാജാവേ, അഗ്നി ഉണ്ടാക്കുന്നതിനുള്ള അരണിയും കടക്കോലും ഞാൻ മുറ്റത്ത് വെച്ചിരുന്നു. അതുവഴി വന്ന മാൻ അതിന്മേൽ ഉരസി. അപ്പോൾ അരണിയും കടക്കോലും അതിൻ്റെ കൊമ്പിന്മേൽ കുടുങ്ങി. മാൻ പരിഭ്രമിച്ച് ഓടിപ്പോയി. അരണിയും കടക്കോലും കിട്ടാതെ എനിക്ക് അഗ്നിഹോത്രം നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ മാനിനെ കണ്ടുപിടിച്ച് എൻ്റെ അരണിയും കടക്കോലും കൊണ്ടു തന്നാലും. ബ്രാഹ്മണന്റെ വിഷാദം കണ്ട് മനസ്സലിഞ്ഞ യുധിഷ്ഠിരൻ മാനിനെ തേടി പുറപ്പെട്ടു. ജ്യേഷ്ഠൻ പോകുന്നത് കണ്ട് അനുജന്മാരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. കാട്ടിലെല്ലാം അന്വേഷിച്ചിട്ടും അരണി കൊണ്ടുപോയ മാനിനെ കണ്ടുകിട്ടിയില്ല. ബ്രാഹ്മണന്റെ അരണി കഷ്ണങ്ങളില്ലാതെ എങ്ങനെ മടങ്ങിപ്പോകും എന്നോർത്ത് വിഷണ്ണരായി അവർ ഒരു ആലിൻ ചുവട്ടിലിരുന്നു. പക്ഷെ എവിടെയാണ് വെള്ളം കിട്ടുന്നത്? അടുത്തങ്ങ് വെള്ളമുള്ള യാതൊരു ലക്ഷണവും കണ്ടില്ല. നകുലൻ ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ചുറ്റുപാടും നോക്കി. അധികം ദൂരത്തല്ലാതെ ഒരു ജലാശയം കണ്ടു. വൃക്ഷത്തിൽ നിന്നും താഴെയിറങ്ങിയ നകുലൻ പൊയ്കയിൽ പോയി വെള്ളം കുടിച്ച് കുറച്ച് വെള്ളം ജ്യേഷ്ഠന്മാർക്കും കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് പൊയ്ക കണ്ട സ്ഥലത്തേക്ക് പോയി. അവൻ മനോഹരമായ തടാകത്തിൻ്റെ കരയ്ക്കെത്തി. സ്ഫടിക നിർമ്മലമായ ജലത്തിൽ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു. ഹംസങ്ങൾ നീന്തി കളിക്കുന്നു. വെള്ളം കണ്ടപ്പോൾ തന്നെ അവൻ്റെ ഹൃദയം കുളിർത്തു. അവൻ വെള്ളം കുടിക്കാനായി ജലാശയത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ആകാശഭാഷിതം കേട്ടു. സാഹസം പ്രവർത്തിക്കരുത്. ഈ പൊയ്ക എൻ്റെ പൂർവ്വ സ്വത്താണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇതിലെ വെള്ളം കുടിച്ചാൽ നീ ഇവിടെ തന്നെ വീണു മരിക്കും. ആരാണ് ഇത് പറഞ്ഞത് എന്നറിയാനായി അവൻ ചുറ്റുപാടും നോക്കി. ആരെയും കണ്ടില്ല. കൂടുതലൊന്നും ആലോചിക്കാതെ ദാഹിച്ച് പരവശനായിരുന്ന അവൻ വെള്ളം കോരി കുടിച്ചു. കരയ്ക്ക് കയറിയ ഉടനെ തന്നെ അവൻ ബോധമറ്റ് നിലത്തു വീണു. ജലത്തിന് പോയ നകുലൻ വരാൻ താമസിച്ചപ്പോൾ അവനെ അന്വേഷിക്കാനായി സഹദേവൻ പോയി. അവനും നകുലനുണ്ടായ അനുഭവം തന്നെ ഉണ്ടായി. പൊയ്കയുടെ കരയിൽ ബോധമില്ലാതെ വീണു. തുടർന്ന് അർജുനനും പിന്നാലെ ഭീമനും പൊയ്കയിലേക്ക് പോയി. അവർക്കും അതേ അനുഭവം തന്നെ ഉണ്ടായി. എല്ലാവരും മരിച്ചു വീണു. ഇനി യക്ഷൻ്റെ പരീക്ഷണം. പോയവരാരും തിരിച്ചു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ തന്നെ അവരെ തേടി പുറപ്പെട്ടു. പൊയ്കയുടെ കരയ്ക്കെത്തിയപ്പോൾ യുധിഷ്ഠിരൻ ഞെട്ടിപ്പോയി. തൻ്റെ 4 സഹോദരന്മാരും അവിടെ മരിച്ചു കിടക്കുന്നു. ഇതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞില്ല. അദ്ദേഹം പൊയ്കയിലേക്ക് ഇറങ്ങി. അപ്പോൾ മറ്റെല്ലാവരും കേട്ട അതേ ഭാഷിതം യുധിഷ്ഠിരനും കേട്ടു. കയ്യിൽ കോരിയെടുത്ത വെള്ളം കുടിക്കാതെ അദ്ദേഹം പൊയ്കയിലേക്ക് തന്നെ ഒഴിച്ചു. ചുറ്റിനും നോക്കി. ആരെയും കണ്ടില്ല. ഒരു മരത്തിൽ ഒരു കൊക്കിരിക്കുന്നു. താനാണ് യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരെയൊക്കെ കൊന്നതെന്ന് കൊക്ക് പറഞ്ഞു. എന്നാൽ ധർമ്മപുത്രന് അത് വിശ്വാസമായില്ല. ദേവന്മാരോടും യക്ഷന്മാരോടും ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിവുള്ളവരാണ് തൻ്റെ സഹോദരന്മാർ. ഭീമൻ മഹാമേരു പർവ്വതം വീണുകിടക്കുന്നത് പോലെ പ്രജ്ഞയേറ്റ് കിടക്കുന്നു. അസ്ത്രപാരംഗതനായ അർജുനന്റെ അമ്പും വില്ലുമെല്ലാം ചിതറിക്കിടക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ യാതൊരു മുറിവുമില്ലാതെ അർജുനൻ മരിച്ചു കിടക്കുന്നു. നകുല സഹദേവന്മാരും പരാക്രമികളാണ്. അവരും ശോചനീയമായ നിലയിൽ നിശ്ചലരായി ജീവനില്ലാതെ കിടക്കുന്നു. ഇതെല്ലാം ഒരു കൊക്കിൻ്റെ പരാക്രമം കൊണ്ട് എങ്ങനെ സാധിക്കും? ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ധർമ്മപുത്രൻ കൊക്കിനോട് പറഞ്ഞു, ഈ മഹാരഥന്മാരെ അടിച്ചു വീഴ്ത്തിയ ഭവാൻ സാധാരണ ദേവനൊന്നുമല്ല. എന്ത് കാര്യത്തിനാണ് അങ്ങ് ഈ സാഹസം ചെയ്തത്? എൻ്റെ ഹൃദയം വെന്തു നൂറുന്നു. ഭവാൻ ആരാണ് എന്ന് പറഞ്ഞാലും നിന്റെ ഊഹം ശരിയാണ്. ഞാൻ ഒരു യക്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊക്ക് തൻ്റെ ആകൃതി മാറ്റി. മഹാകായനായ ഒരു യക്ഷനെ യുധിഷ്ഠിരൻ തൻ്റെ മുന്നിൽ കണ്ടു. പർവ്വതം പോലെ വലിപ്പമുള്ള അവനിൽ നിന്ന് ഉജ്ജ്വലിച്ച സൂര്യ തേജസ് പോലെയുള്ള പ്രകാശം അവിടമാകെ പരന്നു. ധർമ്മപുത്രൻ ഇത് കണ്ട് അമ്പരന്നു വന്നു. യക്ഷൻ പറഞ്ഞു, എൻ്റെ നിർദ്ദേശത്തിന് വിപരീതമായി ജലപാനം ചെയ്തതുകൊണ്ടാണ് ഞാൻ നിന്റെ സഹോദരന്മാരെ കൊന്നത്. അപ്രകാരം നീ പ്രവർത്തിച്ചാൽ നിന്നെയും ഞാൻ കൊല്ലും. എൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിയാൽ നിനക്ക് ഈ പൊയ്കയിൽ നിന്നും വെള്ളം കുടിക്കാം. ശരി, എൻ്റെ കഴിവിനൊത്ത് ഞാൻ മറുപടി പറയാം. എന്തൊക്കെയാണ് നിന്റെ ചോദ്യങ്ങൾ? യുധിഷ്ഠിരൻ യക്ഷനോട് ചോദിച്ചു. യക്ഷൻ, ആദിത്യനെ ഏന്തുന്നത് ആരാണ്? അവൻ്റെ അനുചരന്മാർ ആരാണ്? ആരാണ് അസ്തമിപ്പിക്കുന്നത്? എന്തിനു മേലാണ് സൂര്യൻ്റെ നിലനിൽപ്പ്? യുധിഷ്ഠിരൻ, ആദിത്യനെ ഏന്തുന്നത് ബ്രാഹ്മണനാണ്. ദേവന്മാരാണ് അനുചരന്മാർ. അസ്തമിപ്പിക്കുന്നത് ധർമ്മമാണ്. സത്യത്തിന്മേലാണ് സൂര്യൻ്റെ നിലനിൽപ്പ്.
യക്ഷൻ ആപത്തിൽ മനുഷ്യരെ രക്ഷിക്കുന്നത് ആരാണ്? യുധിഷ്ഠിരൻ അവൻ്റെ ധൈര്യം. യക്ഷൻ ഭൂമിയേക്കാൾ ക്ഷമയും ത്യാഗവും ഉള്ളത് ആർക്കാണ്? ആകാശത്തേക്കാൾ ഉയർന്നത് എന്താണ്? കാറ്റിനേക്കാൾ വേഗം കൂടിയത് എന്തിനാണ്? പുല്ലിനേക്കാളും അധികമായി എണ്ണമുള്ളത് എന്താണ്? യുധിഷ്ഠിരൻ മറുപടി പറയുന്നു, ഭൂമിയേക്കാൾ ക്ഷമയും ത്യാഗവും ഉള്ളത് അമ്മയ്ക്കാണ്. ആകാശത്തേക്കാൾ ഉയർന്നത് അച്ഛനാണ്. കാറ്റിനേക്കാൾ വേഗം കൂടിയത് മനസ്സാണ്. പുല്ലിനേക്കാൾ അധികമായി എണ്ണമുള്ളത് ചിന്തയാണ്. യക്ഷൻ ലോകത്തിൽ ഏറ്റവും വലിയ പാപി ആരാണ്? ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ്? ഏറ്റവും വലിയ ധനികൻ ആരാണ്? മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? യുധിഷ്ഠിരൻ ആത്മവഞ്ചന ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ പാപി. ഉത്തമയായ ഭാര്യയുള്ളവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാകുന്നു. ധനത്തിന് ഒട്ടും ആശയില്ലാത്തവനാണ് ഏറ്റവും വലിയ ധനവാൻ. രാഗദ്വേഷാദി ചിന്തകളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. യക്ഷൻ ഏറ്റവും വലിയ സ്നേഹിതൻ ആരാണ്? മരണാനന്തര യാത്രയിൽ ഒരുവൻ ആശ്വാസം ലഭിക്കുന്ന തണൽ എന്താണ്? യുധിഷ്ഠിരൻ ഒരുവൻ്റെ അറിവാണ് അവൻ്റെ ഏറ്റവും വലിയ സ്നേഹിതൻ. മരണാനന്തര യാത്രയിൽ ആശ്വാസം ലഭിക്കുന്നത് അവൻ്റെ ധർമ്മ പ്രവർത്തനങ്ങളാണ്. യക്ഷൻ യാത്ര പോകുന്നവന് മിത്രം ആരാണ്? ഗൃഹസ്ഥൻ്റെ മിത്രം ആരാണ്? യുധിഷ്ഠിരൻ യാത്ര പോകുന്നവൻ്റെ മിത്രം കൂട്ടുകാരനും ഗൃഹസ്ഥൻ്റെ മിത്രം ഭാര്യയുമാണ്. യക്ഷൻ യഥാർത്ഥമായ ആനന്ദം എങ്ങനെ ലഭിക്കും? ആത്മഹത്യക്ക് സമമായിട്ടുള്ളത് എന്താണ്? എന്തപേക്ഷിച്ചാലാണ് ഒരുവൻ എല്ലാവർക്കും പ്രിയങ്കരനാകുന്നത്? യുധിഷ്ഠിരൻ നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നവന് യഥാർത്ഥമായ ആനന്ദം ലഭിക്കും. ആത്മപ്രശംസ ആത്മഹത്യക്ക് സമമാണ്. ഗർവവും അഹങ്കാരവും ഉപേക്ഷിച്ചാൽ ഒരുവൻ എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കും. യക്ഷൻ ലോകത്തിൽ പരമമായ ധർമ്മം എന്താണ്? ഏതിനെ കീഴടക്കിയാൽ ദുഃഖിക്കേണ്ടി വരികയില്ല. എങ്ങനെയുള്ള കൂട്ടുകെട്ടാണ് ഒരിക്കലും നശിക്കാത്തത്? യുധിഷ്ഠിരൻ അഹിംസയാണ് പരമമായ ധർമ്മം. ക്രോധത്തെ കീഴടക്കിയാൽ ദുഃഖിക്കേണ്ടി വരികയില്ല. സജ്ജനങ്ങളുമായുള്ള കൂട്ടുകെട്ട് ഒരിക്കലും നശിക്കുകയില്ല. യക്ഷൻ എന്തിനാൽ ലോകം മൂടിയിരിക്കുന്നു? എന്തിനാൽ പ്രകാശം ഉണ്ടാകുന്നു? യുധിഷ്ഠിരൻ അജ്ഞാനത്താൽ ലോകം മൂടുന്നു, ബുദ്ധിയാൽ ലോകം തെളിയുന്നു. യക്ഷൻ പ്രിയവചനം പറയുന്നവന് എന്ത് ലഭിക്കും? കരുതലോടെ പ്രവർത്തിക്കുന്നവന് എന്ത് ലഭിക്കും? ധാരാളം മിത്രങ്ങളുള്ളവന് എന്ത് കിട്ടും? യുധിഷ്ഠിരൻ പ്രിയമൊഴി പറയുന്നവൻ പ്രിയം നേടുന്നു. കരുതലോടെ പ്രവർത്തിക്കുന്നവൻ ജയം നേടുന്നു. ബന്ധുമിത്രങ്ങളെ നേടുന്നവൻ സുഖമായിട്ട് വാഴുന്നു. യക്ഷൻ സൗഖ്യവാൻ ആരാണ്? യുധിഷ്ഠിരൻ ഋണബാധ്യതകളൊന്നുമില്ലാതെയും തെണ്ടി നടക്കാതെയും ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിച്ചു കൂട്ടുന്നവനുമാണ് സൗഖ്യവാൻ. യക്ഷൻ ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ള സംഗതി എന്താണ്? യുധിഷ്ഠിരൻ ചുറ്റുപാടും മരണം നടന്നുകൊണ്ടിരുന്നിട്ടും മരണത്തെപ്പറ്റി ഓർമ്മിക്കാതെ മനുഷ്യൻ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. യക്ഷൻ ഏതാണ് ശരിയായ മാർഗം? യുധിഷ്ഠിരൻ മഹാത്മാക്കൾ കാട്ടിത്തന്നിട്ടുള്ളതാണ് ശരിയായ മാർഗം. ആ മാർഗമാണ് പിന്തുടരേണ്ടത്. യക്ഷൻ എന്താണ് സംസാരം? യുധിഷ്ഠിരൻ മായയിൽ ഭ്രമിച്ച് ലൗകിക കാര്യങ്ങളിൽ മുഴുകി പുത്രപുത്രാദികൾക്കു വേണ്ടി കഷ്ടപ്പാട് അനുഭവിക്കുന്നതാണ് സംസാരം. യക്ഷൻ മഹത്വത്തിൻ്റെ ലക്ഷണം എന്താണ്? ദൈവത്തിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? ദൈവത്തിൻ്റെ വെളിച്ചം എന്താണ്? യുധിഷ്ഠിരൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ് മഹത്വം. ദൈവത്തിൻ്റെ ഇരിപ്പിടം ഭക്തൻ്റെ ഹൃദയമാണ്. സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ദൈവത്തിൻ്റെ വെളിച്ചം. യക്ഷൻ ഏറ്റവും വലിയ നിസ്സാരൻ ആരാണ്? ദുഃഖം മാറ്റുന്ന സിദ്ധ ഔഷധം എന്താണ്? ലോകത്തിൽ നിത്യമായിട്ടുള്ളത് എന്താണ്? യുധിഷ്ഠിരൻ താനാണ് വലിയവൻ എന്ന് ഭാവിക്കുന്നവനാണ് ഏറ്റവും നിസ്സാരൻ. ദുഃഖം മാറ്റുന്ന സിദ്ധൌഷധം സുഖത്തെക്കുറിച്ച് ഓർമ്മിക്കാതെ ഇരിക്കുകയാണ്. മരണമാണ് ലോകത്തിൽ നിത്യസത്യമായിട്ടുള്ളത്. യക്ഷൻ പിന്നെയും വളരെ ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും സമുചിതമായ ഉത്തരം യുധിഷ്ഠിരൻ നൽകി. അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയിലും പാണ്ഡിത്യത്തിലും ക്ഷമാശീലത്തിലും യക്ഷന് വലിയ മതിപ്പ് തോന്നി. യക്ഷൻ സംതൃപ്തനായി. യക്ഷൻ പറഞ്ഞു, മരിച്ചുപോയ നിന്റെ സഹോദരന്മാരിൽ ഒരാളെ ഞാൻ ജീവിപ്പിക്കാം. ആരെ വേണം? നകുലനെ ജീവിപ്പിക്കണമെന്നാണ് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടത്. യക്ഷൻ ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. യക്ഷൻ ചോദിച്ചു, ഭീമസേനനാണ് നിനക്ക് പ്രിയപ്പെട്ടവൻ, അർജുനനാണ് നിങ്ങൾക്ക് ആശ്രയം. ആ നിലയ്ക്ക് അവരെ ആരെങ്കിലുമൊക്കെ അല്ലാതെ നിന്റെ അച്ഛൻ്റെ മറ്റൊരു ഭാര്യയിൽ ജനിച്ച നകുലനെ ജീവിപ്പിക്കണമെന്ന് പറയാൻ എന്താണ് കാരണം? യുധിഷ്ഠിരൻ എൻ്റെ അച്ഛൻ്റെ ഭാര്യമാരിൽ കുന്തിദേവി പുത്രനായി ഞാൻ ജീവിച്ചിരിക്കുന്നു. അവരെപ്പോലെ തന്നെയാണ് ഞാൻ മാദ്രീദേവിയെയും കരുതിയിരിക്കുന്നത്. രണ്ടുപേരുടെയും മക്കൾ എനിക്ക് ഒരുപോലെ സഹോദരന്മാരാണ്.
അതുകൊണ്ട് അവരുടെ ഒരു പുത്രൻ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ധർമ്മം. ഞാൻ ഒരിക്കലും ധർമ്മത്തെ ത്യജിക്കുകയില്ല. ഇനി ധർമ്മദേവ ധർമ്മപുത്ര സമാഗമം. യുധിഷ്ഠിരന്റെ അടിയുറച്ച ധർമ്മനിഷ്ഠയിൽ പ്രീതനായ യക്ഷൻ 4 സഹോദരന്മാരെയും ജീവിപ്പിച്ചു. ഉറക്കമുണർന്ന് എഴുന്നേറ്റവരെ പോലെ അവരെല്ലാം എഴുന്നേറ്റു. അവർക്ക് അല്പം പോലും വിശപ്പോ ദാഹമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേവലം ഒരു യക്ഷനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് ഇത് യക്ഷനല്ല എന്നും ശ്രേഷ്ഠനായ ഏതോ ദേവനാണെന്നും ധർമ്മപുത്രൻ നിശ്ചയിച്ചു. അദ്ദേഹം പറഞ്ഞു, ദേവ, അങ്ങ് യക്ഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങ് ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങളെ അറിയിച്ചാലും. ആരായാലും അങ്ങ് ഞങ്ങൾക്ക് സുഹൃത്ത് മാത്രമല്ല, ജീവൻ നൽകിയ അച്ഛനാണെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. യക്ഷൻ പറഞ്ഞു, അതെ, ഞാൻ നിന്റെ അച്ഛൻ തന്നെയാണ് ഉണ്ണി. ഞാൻ യമധർമ്മനാണ്. നിന്നെ പരീക്ഷിച്ചറിയുവാൻ വേണ്ടി ഞാൻ വന്നതാണ്. നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അത് നൽകാം. തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ ജനയിതാവായ യമധർമ്മനാണ് എന്നറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ രോമാഞ്ച കഞ്ചുകിതനായി. അദ്ദേഹം യമനെ സാഷ്ടാംഗം നമസ്കരിച്ചു. മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ച യമധർമ്മനോട് നിഷ്കളങ്കനായ ഒരു ബാലനെ പോലെ യുധിഷ്ഠിരൻ പറഞ്ഞു, അരണിക്കൂട്ടം ബ്രാഹ്മണന് കൊണ്ടുകൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഗ്നിഹോത്രം മുടങ്ങും. അതുകൊണ്ട് മാൻ കൊണ്ടുപോയ അരണിക്കൂട്ടം എനിക്ക് ലഭിക്കുന്നതിന് അനുഗ്രഹിക്കണം. യമധർമ്മൻ തന്നെയാണ് മാനായി വന്ന് അരണിക്കൂട്ടം എടുത്തു കൊണ്ടുപോയത്. അദ്ദേഹം അരണിക്കൂട്ടം ധർമ്മപുത്രന് നൽകിക്കൊണ്ട് മറ്റെന്തെങ്കിലും വരം ആവശ്യപ്പെടാൻ പറഞ്ഞു. യുധിഷ്ഠിരൻ, ഞങ്ങൾ വനവാസം തുടങ്ങിയിട്ട് 12 വർഷം തികയാൻ പോകുന്നു. അടുത്ത വർഷം ഞങ്ങൾ അജ്ഞാതവാസത്തിൽ പ്രവേശിക്കുകയാണ്. ഞങ്ങളെ ആരും അറിയാതിരിക്കാൻ അനുഗ്രഹിക്കണം. യമൻ, അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾ സ്വന്തം രൂപത്തിൽ ഭൂമിയിൽ എവിടെ സഞ്ചരിച്ചാലും നിങ്ങളെ ആരും കണ്ടുപിടിക്കുകയില്ല. നിങ്ങൾ വിരാട രാജ്യത്ത് പോയി അജ്ഞാതവാസം ചെയ്യുക. പ്രിയപ്പെട്ട മകനെ, നിനക്ക് വരം തന്നിട്ട് എനിക്ക് മതിയാകുന്നില്ല. ഇനിയും എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ, അതും ഞാൻ തരാം. യുധിഷ്ഠിരൻ, അച്ഛാ, ഞാൻ അങ്ങയെ പ്രത്യക്ഷമായി കണ്ടു. അതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? ലോപമോഹങ്ങളെയും ക്രോധത്തെയും ജയിക്കുകയും ദാനം, തപസ്, സത്യം എന്നിവയിൽ എപ്പോഴും എൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതിന് എന്നെ അനുഗ്രഹിച്ചാലും. യമധർമ്മൻ യുധിഷ്ഠിരൻ്റെ സ്വഭാവമഹിമയെ അനുമോദിക്കുകയും ഹൃദയംഗവുമായി അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് അപ്രത്യക്ഷനായി. യുധിഷ്ഠിരനും സഹോദരന്മാരും ഉത്സാഹത്തോടെ ആശ്രമത്തിലേക്ക് മടങ്ങി. അവരെയും കാത്ത് ആശ്രമത്തിലിരുന്ന സാധു ബ്രാഹ്മണന് അരണിക്കൂട്ടം ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പാണ്ഡവന്മാരോട് നന്ദി പറഞ്ഞ് സന്തുഷ്ടനായി യാത്രയായി. ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചു. അതുപോലെ വനപർവവും അവസാനിച്ചു. ഇനി വിരാടപർവം തുടങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.